200ഓളം ഫ്രണ്ട്സിനോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗൈസ്. ഞങ്ങളെങ്ങനെ ലക്ഷദ്വീപ് പോയി. നമ്മുടെ യൂട്യൂബർ അഫ്ലുവിന്റെ ട്രാവൽ ഏജൻസി ആയിട്ടുള്ള ട്രിപ്പിഫോന്റെ പാക്കേജ് എടുത്തിട്ടോ ഞങ്ങൾ ലക്ഷദ്വീപ് പോയത്. സംഭവം ഞങ്ങൾ പോയത് സീസൺ ഓഫിലാട്ടോ. സീസൺ ഓൺ എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ സീസൺ ഓൺ ആണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അഗത്തി ദ്വീപ് മാത്രമേ കറങ്ങാൻ പറ്റൂ, വേറെ ദ്വീപിലൊന്നും അധികം പോകാൻ കഴിഞ്ഞില്ല. മൂന്നാമത് രാത്രി ഞങ്ങൾ കോട്ടക്കൽ നിന്ന് അങ്കമാലിയിലേക്ക് ബസ് കയറിയാട്ടോ. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത് എയർപോർട്ടിലേക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വന്നത് ആസിഫ് സാർ ആട്ടോ. ആസിഫ് സാറിന്റെ കൂടെ വന്നത് KSRTC ആയതുകൊണ്ട് പറഞ്ഞ ടൈമിന് എത്തിയില്ലെങ്കിലും വരുന്ന ടൈമിന് നമ്മൾ അവിടെ ഉണ്ടാവണേ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് അവിടെ എത്തി. KSRTC സൈഡ് സീറ്റ്, ആഹാ അന്തസ്. എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു, ഞങ്ങള് റീൽസ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. അത്താണിന്ന് ഒരു ഊബറും വിളിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ എത്തി. ഞങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഗൈസ്. പണ്ട് ഉപ്പൊക്കെ ഗൾഫ് പോയിരുന്ന കാലത്തെ ഈ ട്രോളിയൊക്കെ ഉന്തിക്കൊണ്ടേ ഒരു ഓർമ്മ ഉണ്ട്. പിന്നീട് ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിന്റെ ശേഷം. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു. പിന്നെ ബോർഡിംഗ് ടൈം ആവോളം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അതിന്റെ ശേഷം ബോർഡിംഗ് ടൈം ആയപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തിയപ്പോ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ബോർഡിംഗ് പാസ് എടുത്ത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന്റെ ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിമാനം കാത്തിക്കുകയാണ്. അപ്പന്റെ കെട്ടിയൊക്കെ ഒരേ നിർബന്ധം, ബോർഡിംഗ് പാസ് കയ്യിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ. ആരും കാണാത്തൊരു വെറൈറ്റി യുണീക്ക് സാധനം. ഞങ്ങൾ വിമാനം കയറിയോ, ലക്ഷദ്വീപിലെത്തിയോ? കൂടുതൽ വിവരങ്ങൾ കാണാൻ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.